ഹലോ. അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതല്ല, കാരണം കുക്കിങ്ങിന്റെ സാധനങ്ങളൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ട് മോളെ ഉറക്കാൻ പോയതാണ്. അപ്പൊ അവൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഫ്രീ ആയല്ലോ, ഇനി ആ ഒരു വ്ളോഗ് ആയിട്ട് തന്നെ ചെയ്യാം. ബാക്കി കാര്യങ്ങളും ഇതൊക്കെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കും കൂടി ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അടുക്കളയിൽ ഇപ്പം ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മുടെ ചോറ് ഉണ്ടാക്കി വാർത്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ കാബേജിനുള്ള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് നമ്മളൊരു പരിപ്പ് കറി വെക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിനകത്ത് മീനൊക്കെ വെട്ടി മസാല ആക്കി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ കറിയില്ലേ, പരിപ്പ് കറിക്കുള്ള തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീനില്ലേ, മീൻ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഏട്ടൻ എപ്പോൾ വാങ്ങുമ്പോഴും അത് ക്ലീൻ ചെയ്തിട്ടാട്ടോ വാങ്ങല്. പക്ഷെ നമ്മുടെ കുറ്റിയാടി ഒന്നും അങ്ങനെ വലിയ വലിയ മീനുകളൊക്കെ ക്ലീൻ ചെയ്ത് തരും എന്നല്ലാതെ ചെറിയ ചെറിയ മീനുകളൊന്നും ക്ലീൻ ചെയ്ത് കിട്ടില്ല. പക്ഷെ ഈ നമ്മുടെ ഈ ഒരു താമരശ്ശേരി കൂടത്ത ഏരിയകളിൽ മീനൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കിട്ടും. ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഏത് മീനാണെങ്കിലും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് തരും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇങ്ങനെ ക്ലീൻ ചെയ്ത് കിട്ടുന്നതുകൊണ്ട് പണി കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ലോണം കഴുകി മസാലയൊക്കെ വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. പൊരിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. എന്താണെങ്കിലും അധികം പാചകം എടുക്കാണ്ട് നമുക്ക് പണികളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പരിപ്പ് നല്ലോണം കഴുകിയിട്ട് അത് വേവിക്കാൻ വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള പണികൾ ഓരോന്നോരോന്നും ചെയ്യാം. പരിപ്പ് പുതിർത്ത് വെച്ചുകൊണ്ട് അത്ര വേവ് ഉണ്ടാവില്ല. കണ്ടോ, ഇതിപ്പോ ഒരു കിണ്ണത്തിലെ പരിപ്പുണ്ട്. ഇത് കറി കൂടുതലാവുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ സച്ചിനായിട്ട് നല്ലോണം കറി കൂട്ടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ തേങ്ങ അരച്ചുള്ള കറി വെക്കാറുള്ളൂ. അതുകൊണ്ട് ഇത് വേണ്ടി വരും. അപ്പം കഴുകി നമുക്ക് ക്ലീൻ ആക്കാം. നമ്മൾ പാത്രങ്ങളൊക്കെ അടുക്കി ഒതുക്കി വെക്കുന്ന ഇവിടെ കേട്ടോ. സ്റ്റാൻഡൊന്നും വന്നിട്ടില്ല, ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നിട്ട് നമുക്ക് ഹോം ടൂർ ഒക്കെ ചെയ്യാം. ഇപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പരിപ്പ് കൂടുതലാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇന്നെന്താണെങ്കിലും ഒറ്റയ്ക്ക് പരിപ്പ് വെക്കുന്നില്ല. മുരിങ്ങാക്കായൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതും മുരിങ്ങാക്കോൽ പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് വെക്കാം. പരിപ്പിലേക്ക് നമ്മളെ പച്ചമുളക് ഇതുപോലെ ചീന്തി ഇട്ട് കൊടുത്തിട്ടാണ് വേവിക്കാനിടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോഴത്തേക്ക് നല്ലോണം പരിപ്പിൽ പിടിച്ചോളൂ. നമ്മൾ ചുവന്ന മുളകൊന്നും ഇടാത്തോണ്ട് തന്നെ ഈ ഒരു പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. പച്ചമുളകിന്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ഇടും. ഒറ്റൊരു വെളുത്തുള്ളി ആട്ടോ ഇടുന്നുള്ളൂ. ഇത് ഒറ്റയ്ക്ക് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തുമ്പുള്ള സ്ഥലത്തു നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാലോ. അങ്ങനെ കറിക്കുള്ള സംഭവങ്ങൾ അടുപ്പിലാക്കി. ഇനി നമുക്ക് ഈ കാബേജ് വൃത്തിക്ക് കഴുകി വൃത്തിയാക്കാം കേട്ടോ. ഇത് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വെച്ചതാണ്. ഇത് ഇതിനകത്ത് ഇട്ടിട്ട് കഴുകാം. അപ്പൊ നമ്മുടെ വെള്ളം കൂടെ പോയിക്കോളും. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഉപ്പേരിൻ്റെ കൂടെ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് ആരോ പറഞ്ഞതിന് ശേഷം ഞാൻ ഇഞ്ചി ഇടലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വല്യുള്ളി പൊതുവേ എല്ലാ ഉപ്പേരിയിലും ഞാൻ ഇടലുണ്ട്. ഏട്ടനും എനിക്കൊക്കെ നമ്മുടെ മധുരച്ചീര അല്ലേ, വേലിച്ചീര, അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഉള്ളി കുറച്ച് അധികം ഉള്ളത്, അതേപോലെ തന്നെ തേങ്ങ കുറച്ച് അധികം ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊതുവേ ഏത് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും ഉള്ളി കുറേ അങ്ങ് ഇടാറുണ്ട്. അത്യാവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മുടെ മഞ്ഞളും കേട്ടോ. മഞ്ഞളൊക്കെ അമ്മ വീട്ടിൽ നിന്ന് തന്നു വിട്ടതാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞൾ വാങ്ങേണ്ട പണിയില്ല. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മഞ്ഞളാണ് കിട്ടിയത്. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പാത്രത്തിനകത്ത്, കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ പാത്രങ്ങളെ ഉള്ളൂ. അപ്പം ഈ ഒരു എന്താ പറയാ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിനകത്ത് തന്നെ ഉപ്പേരിക്കുള്ളതും വെക്കാം. ഈ ഒരു അടുപ്പിന് കുഞ്ഞു കുഞ്ഞു നൈറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഭയങ്കര ഉപകാരം കേട്ടോ. കാരണം അവിടുന്ന് പരിപ്പാവുന്നുണ്ട്, ഇവിടുന്ന് ഉപ്പേരിക്കുള്ളതാവും. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ മീൻ വറക്കാനും വെക്കാം. അതുപോലെ ഈ ഒരു ബോട്ടിൽ കണ്ടോ, ഇത് ഉള്ളതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഒരുപാടൊന്നും ആയി പോകില്ല. അച്ഛനേട്ടനൊക്കെ ഒഴിക്കുമ്പോൾ ഇതൊന്നും വരുന്നില്ലല്ലോ എന്ന് പറയും. കാരണം ഏട്ടനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ വേണം കേട്ടോ. അപ്പൊ അതിന് എനിക്ക് ഉപകാരമായി. കാരണം അവരെടുക്കുന്ന സമയത്ത് ഒരുപാടൊന്നും അങ്ങനെ പോവില്ല. കുറച്ച് ഇതിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ലാഭിക്കാൻ പറ്റും. പിന്നെ ഈ സാധനം എനിക്ക് കുക്കിംഗ് എളുപ്പമാക്കുന്ന ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളിലുണ്ട് കേട്ടോ. ഒരു കുക്കിങ്ങിന് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് തന്നെ എടുക്കാം. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ കട്ട് ചെയ്തും ഒക്കെ വെക്കുന്നതുകൊണ്ട് വേഗം കുക്കിങ് കഴിയും കേട്ടോ. കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഉപ്പേരിയുടെ സാധനങ്ങൾ. പിന്നെ ഈ ഒരു കയ്യില് കണ്ടോ, ഇതും തമ്മിൽ മാച്ച് ആവുന്നില്ലേ? പക്ഷെ അങ്ങനെയല്ല, ഇത് സെപ്പറേറ്റ് തന്നെ വാങ്ങിയതാണ്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് ഇതിന്റെ കൂടെ കിട്ടിയാണോ എന്ന് വിചാരിക്കും. പിന്നെ ഈ ഒരു പാത്രത്തിന് ഇങ്ങനത്തെ അടപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പമാട്ടോ. വേറെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അടുപ്പും കാര്യങ്ങളൊന്നും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന എല്ലാ
ഞാൻ പറഞ്ഞല്ലോ 3-4 അടപ്പുണ്ട്. അപ്പം ഈ ഒരു പാത്രം, ഈ ഒരു കയ്യില്, ഈ ഒരു സ്റ്റൗ, ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിയത് എനിക്ക് ഭയങ്കര ഉപകാരമാണ്. റേറ്റും കുറവാണ്. പിന്നെ നമുക്ക് കുറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്രിഡ്ജിനെ കുറിച്ച്. മനഃപൂർവ്വം ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാണ്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രിഡ്ജ് ഞാൻ ഒരു 1.5 വർഷം മുമ്പ് ഞാൻ വാങ്ങിയതാണ്. ആ വീട്ടിലേക്ക് വാങ്ങിയതാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അമ്മ പറഞ്ഞു, നിങ്ങള് പിന്നെ ഫ്രിഡ്ജിന്റെ കാര്യം എന്തോ പറഞ്ഞു, ഫ്രിഡ്ജ് നിങ്ങളിപ്പോ പുതിയ വാങ്ങേണ്ട ആവശ്യമില്ല, ഇവിടെ ഇത്രയും വലിയ ഫ്രിഡ്ജ് അച്ഛനും അമ്മയ്ക്കും വേണ്ടല്ലോ, അപ്പൊ അവിടത്തേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് ചെറുത് വാങ്ങിക്കൊടുത്തിട്ട് ഇത് ഇങ്ങോട്ടേക്ക് എടുത്തോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലാനേ ഇല്ലായിരുന്നു. ഞങ്ങൾ പുതിയൊന്ന് വാങ്ങാലോ എന്നുള്ളതായപ്പം വേട്ടൻ എന്തോ പൈസയുടെ പറഞ്ഞപ്പോ അമ്മ അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ ഇത് മൊത്തം കുളമായി കിടക്കായിരുന്നു കേട്ടോ. പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തു, അവിടത്തേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കൊടുത്തു. അപ്പം നമുക്കിനിയിപ്പോ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജ് മസ്റ്റ് ആണ്. അപ്പം ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാണ് എടുത്തത്. പിന്നെ ഞാൻ മീൻ കണ്ടോ, മീൻ നല്ല മസാല പുരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട് കിടന്നുകൊണ്ട് തന്നെ. ഇതാ ഞാൻ പറഞ്ഞ ഫുൾ ക്ലീൻ ചെയ്തിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഉപകാരമാണ്. അപ്പൊ നമുക്ക് ഇതും കൂടെ ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പൊ എല്ലാ അടുപ്പത്ത് നാളുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് തീർക്കുകയും ചെയ്യാം. ഈ ഒരു അടുപ്പത്ത് പാനോട് വെച്ചിട്ട് ഒരുപാട് വിസിൽ വന്നു കേട്ടോ. പരിപ്പായിട്ടുണ്ടാവുന്നതാണ് തോന്നുന്നത്. അപ്പൊ പരിപ്പങ്ങ് എടുക്കാം. പരിപ്പൊന്ന് തുറന്നു നോക്കാം. ഈ ഒരു കുക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സത്യനാന്റെ ഫ്രണ്ട് വാവയും വാവയുടെ വൈഫും വന്ന സമയത്ത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്താ കേട്ടോ. പക്ഷെ എന്റെ ഒരു അശ്രദ്ധ എന്താ പറയാ, ഞാൻ ഇതിനകത്ത് പുട്ടെങ്ങാണ്ട് വെച്ച സമയത്ത് വെള്ളം കുറഞ്ഞു പോയി. അപ്പൊ ഇതിനകത്തൊരു സേഫ്റ്റി വാൾവ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് നമ്മളിങ്ങനെ അശ്രദ്ധ കാണിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പൊ അത് പൊട്ടിപ്പോയി. പിന്നെ പോയി എന്താ പറയാ മാറ്റി എടുത്തിട്ട് നമുക്ക് വീണ്ടും പുതിയൊരു കുക്കർ കിട്ടി. ഇത് ഇന്നലെ കൊണ്ടുവന്ന കേട്ടോ പുതിയ കുക്കർ. പക്ഷെ ഞാനിത് വീണ്ടും പഴയതുപോലെ ആക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പരിപ്പ് നല്ലോണം വെന്തടിഞ്ഞിട്ടുണ്ട് കേട്ടോ. തക്കാളി മുരിങ്ങാക്കോലും കുറച്ചേ ഇടുന്നുള്ളൂ. ചെറിയൊരു തക്കാളി, ചെറിയൊരു മുരിങ്ങാക്കോൽ. നമ്മൾ കറീന്റെ നോക്കിയപ്പോ പാനിന്റെ കാര്യം മറന്നു കേട്ടോ. പാന് വെച്ചത് മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം എന്താ പറയാ മീൻ ഉൾപ്പെടെ എല്ലാം കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉണ്ടാക്കലുള്ളത്. വേറെ ഓയിലൊന്നും വേറെ സെപ്പറേറ്റ് യൂസ് ചെയ്യലില്ല. ഇത് തന്നെ എടുക്കല്. എല്ലാം വറക്കാനും പൊരിക്കാനും ഒക്കെ തന്നെ എടുക്കല്. നല്ലോണം വെന്തോട്ടെ. വേവ് പറഞ്ഞാൽ അച്ഛനേട്ടൻ പറയും ഈ വേവാത്ത പച്ചക്കറി ഒന്നും ഞാൻ കഴിക്കൂലെന്ന് പറയും. നല്ലോണം വെന്ത് എന്താ പറയാ നല്ലോണം വെന്തെന്ന് പറയുന്ന കിറുകിറ് എന്ന് പറയുന്ന സാധനമാണ് ഏട്ടന് ഇഷ്ടം. ഇത് നല്ലോണം ഇവിടുന്ന് വെന്തോട്ടോ. മീന് റെഡിയായി വരുന്നുണ്ട്. മീൻ വറക്കാനും ഇടാം. എണ്ണ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. മീന് വറക്കാം. 4 മീനാണ് വറക്കുന്നത്. ഇതിനകത്ത് വെച്ചാല് 2 എണ്ണം രാത്രിക്കേക്ക്, 1 ഉച്ചക്കേക്ക്, 1 അവിടെ നിന്നോട്ടെ. സെപ്പറേറ്റ് മോൾക്ക് ഇത്രയും മസാല ഇട്ടത് കൊടുക്കലില്ല. എന്നാലും ഒരു മീനായിട്ട് അവിടെ വെക്കണ്ടല്ലോ, ഒരുമിച്ച് വറക്കാന്ന് വെച്ചിട്ട് ഞാൻ 4 എടുത്തു കേട്ടോ. ഈ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കുറച്ച് കൊടുക്കട്ടെ. എല്ലാത്തിനും സെപ്പറേറ്റ് അടപ്പുണ്ട് കേട്ടോ. ഇതും തീ കുറച്ചിട്ട് ഇവിടുന്ന് വെന്തോട്ടെ നല്ലോണം. ഇതും വെന്തോട്ടെ. ഇനിയുള്ളത് നമ്മുടെ മുരിങ്ങാക്കോലൊക്കെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് വേവിക്കാൻ വെക്കലാണ്. ഇതൊരു പാത്രത്തിൽ തന്നെ വെക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു. എന്താ പറയാ, ഇപ്പൊ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കലുണ്ട് ഇപ്പം പ്രൊമോഷൻ ഒന്നും ചെയ്യല്ലേ വെച്ചാല് ഇപ്പൊ എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ പ്രൊമോഷൻ ഒന്നും ചെയ്യല്ലേ കളിയാക്കി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ അങ്ങനത്തെ പ്രൊമോഷൻ എടുക്കരുത് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ പറയാണ്, ഒരുമിച്ചൊരു മറുപടി വ്ളോഗ് കാണുകയാണെങ്കിൽ പറയാണ്. ഞാൻ പണ്ട് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് നമുക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇല്ലായിരുന്നു കേട്ടോ. അപ്പം കുറെ ആൾക്കാർ പലരുടെയും നമ്പറൊക്കെ വാങ്ങിയിട്ട് ചെറിയ ചെറിയ കൊളാബുകളൊക്കെ ചെയ്യും. അതിനുശേഷം അബി ഇൻസ്റ്റാഗ്രാം എന്റെ പേരിൽ വാവാസുഡ് എന്നുള്ള പേരിൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് കൊളാബുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അതിൽ തന്നെ അവൻ വെരിഫൈ ചെയ്തിട്ട് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് കൊളാബ് എടുക്കാറുണ്ടായിരുന്നത്. അതിൽ തന്നെ നല്ല ഒരുപാട് കൊളാബ് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ അപ്പൊ നമുക്ക് അറിയില്ലല്ലോ തുടങ്ങിയ പാട് ഇത് എന്താണ് സംഭവം. നമുക്ക് കുറച്ച് എന്താ പറയാ പൈസ കിട്ടും അങ്ങനെയൊക്കെ നോക്കിയിട്ട് കുറച്ച് കൊളാബൊക്കെ ഞാൻ ആ സമയത്ത് തുടങ്ങിയ സമയത്ത് ഒന്നും നോക്കാതെ കുറെ എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കൊരു ഇതൊരു പ്രൊഫഷനാണ്, ഇതിനോട് കുറച്ച് ആത്മാർത്ഥത വേണം എന്നൊക്കെ തോന്നിയതിന് ശേഷം ഞാൻ മാക്സിമം ഈ എന്താ പറയാ നല്ലതാണെന്ന് തോന്നുന്ന മാത്രമേ ചെയ്യാൻ നോക്കിയുള്ളൂ. എന്നിട്ട് പോലും നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ചിലതിന്റെ ഒക്കെ നമ്മൾ പ്രൊമോഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോലും അറിയുന്നത് ഓ ഇത് ഇങ്ങനത്തെ ഉടായ്പാണോ എന്നുള്ളത്. അതിനുശേഷം ഞാൻ ആ വീഡിയോസ് ഒക്കെ ഞാൻ റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോഴാണെങ്കിലും ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൊളാബുകൾ, അതിപ്പം പുതിയ ക്രീമുകളുടെ ആണെങ്കിലും അല്ലാതെ ഇപ്പം നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ മാക്സിമം എടുക്കാറുണ്ട്. കാരണം വെച്ചാൽ അതുകൊണ്ട് വേറെ ആൾക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും. അല്ലാതെ ക്രീമുകള്, പിന്നെ എന്താ പറയാ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങള്, ചില കോഴ്സുകൾ അങ്ങനത്തെ ഒക്കെ എനിക്കൊരു ടെൻഷനാണ്. കാരണം നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പൊ ഇനിയിപ്പോ ഒരു പക്ഷേ ചില കുട്ടികളൊക്കെ ആത്മാർത്ഥമായിട്ട് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം. കാരണം എന്റെ അനിയത്തി പോലും ഒരു കോഴ്സ് പഠിച്ചിട്ട് അവർക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ അവരുടെ അത്രയും വർഷം പോവാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഭവങ്ങളും ഞാൻ എടുക്കില്ല. ഞാൻ മാക്സിമം നല്ല റിസോർട്ട് ആണെങ്കിൽ റിസോർട്ടിന് എടുക്കാറുണ്ട്. പിന്നെ ഫുഡ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ മാത്രം പ്രൊമോഷൻ എടുക്കാറുണ്ട് ഫുഡിൻ്റെത്. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാലോ ഓക്കെയാണ് നല്ലതാണ് എന്നുള്ളത്, അത് എടുക്കാറുണ്ട്. പക്ഷെ ഡ്രസ്സിന്റെ പറയുകയാണെങ്കിൽ ഒരു ഷോപ്പിന്റെ പോലും ഞാൻ എടുത്ത സമയത്ത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ, അത് നമ്മൾ ഡ്രസ്സല്ലേ കൂടുതൽ എന്ന പറ്റിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിച്ചെടുത്തതിനകത്ത് പോലും പിന്നീട് ചില കസ്റ്റമേഴ്സ് എന്നോട് ഇങ്ങനെ മെസ്സേജ് അയച്ച് പറഞ്ഞു ചേച്ചി അതിന് ഉടായ്പുണ്ട് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ശേഷം ഞാൻ ആ വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയില്ല ഇവര് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന മാത്രമല്ല നമ്മൾ അന്വേഷിച്ച് നോക്കിയ സമയത്താണെങ്കിലും നല്ലതാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്ത കാര്യത്തില് പിന്നീട് നെഗറ്റീവ്സ് വന്നപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താ പറയാ, ഒന്നാമത്തതും നമുക്ക് സച്ചിനേട്ടൻ എപ്പോഴും അവൈലബിൾ അല്ല. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, മോളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലതാണെങ്കിൽ പോലും ചില പ്രൊമോഷൻസുകൾ നമ്മൾ ഒഴിവാക്കാറുണ്ട്, മാക്സിമം എടുക്കലില്ല. ഇപ്പൊ പ്രൊമോഷൻസ് എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് കുറ്റ്യാടിയിൽ നിന്ന് ആൾക്കാർ എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ 1, 2, 3 ആൾക്കാർ ഒരുമിച്ച് കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്നാ 3 പേരുണ്ടല്ലോ ഒരുമിച്ച് പോയി വരാന്ന് പറയാം. അല്ലെങ്കിൽ തിരക്കൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരോട് ഞാൻ പറയും ഞാൻ ഇന്ന ഡേറ്റിനെ ഞാൻ വീട്ടിൽ വരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അപ്പൊ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറയും. അതിന്റെ ഉള്ളിൽ നമുക്ക് വേറെ 2-3 കൂടെ കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചെയ്യും. പിന്നെ ഇവിടുത്തത് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അറിയാത്തതും ഒരു ഏരിയ ആണല്ലോ എനിക്കാട്ടോ, എന്നെ സംബന്ധിച്ച്. ഇവിടുന്ന് നമുക്ക് പ്രൊമോഷൻസ് കുറവാണെങ്കിൽ പോലും കിട്ടുന്നതിൽ ചിലതൊന്നും നമുക്കൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തതായതുകൊണ്ട് അതും ചെയ്യാറില്ല. അപ്പൊ ഈ ഒരു കാര്യമൊക്കെ കൊളാബിനെ കൊണ്ട് നിങ്ങളിങ്ങനെ പേഴ്സണൽ മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാട്ടോ. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാണെങ്കിലും ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നതാണെങ്കിലും ഇതൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഒരു കൊളാബ് ചെയ്യാണ്, ഇപ്പം പ്രത്യേകിച്ച് ബ്യൂട്ടി പ്രൊഡക്റ്റ് ഏജന്റ് വഴിയൊക്കെ ചെയ്യുന്ന കൊളാബുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് തന്നെ ഒഴിവാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു വീഡിയോ ചെയ്തു കൊടുത്ത് അവർക്ക് 100 പ്രാവശ്യം കറക്ഷൻ ഉണ്ടാവും നമ്മൾ അയച്ചു കൊടുക്കും. കാരണം അവർ പേയ്മെന്റ് തന്നിട്ട് ചെയ്യുന്നതാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ ഉദ്ദേശിച്ച പോലെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് പൈസ തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കി, എനിക്ക് പറ്റൂല. കാരണം ഈ 2-3 പ്രാവശ്യം അങ്ങോട്ട് ചെയ്ത് മോൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തെടുക്കുന്നത്. അത് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ ചെറിയ എന്തെങ്കിലും ഒരു വാക്കായിരിക്കും കാരണം ഇതൊന്നും തിരുത്തുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു സെന്റൻസ് മൊത്തം നമ്മൾ ആളില്ലാത്ത റൂമിൽ പോയി ഇരുന്നിട്ട് മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് സംസാരിക്കണം. പക്ഷെ എനിക്ക് പറ്റൂല, മോളെന്റെ പുറകെ നടന്ന് കരയുന്നതായിരിക്കും ആ ടൈമില്. കുറച്ച് ടൈം കിട്ടുമ്പോഴേക്കും ചെയ്യാം. അപ്പം ഞാൻ ഒഴിവാക്കി. അതാ പറയാ, എനിക്ക് അങ്ങനെ പറ്റൂല. എനിക്ക് വെച്ചാൽ ഫ്രീ ആയിട്ട് എനിക്ക് തോന്നുമ്പോൾ വീഡിയോ എടുക്കുക, തോന്നുമ്പോൾ എഡിറ്റ് ചെയ്യുക, തോന്നുമ്പോൾ പോസ്റ്റ് ചെയ്യുക, എന്റെ ഇഷ്ടത്തിന്. വെച്ചാൽ വേറൊരാൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ ഒന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നൊരു കാര്യമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കൊളാബുകൾ ഒഴിവാക്കുക. കൊളാബ് വെച്ചാൽ ഇതുപോലത്തെ കൊളാബുകളാട്ടോ. ഇപ്പൊ ഫുഡൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു കൊളാബ് മാത്രമായിട്ടല്ല, നമുക്കറിയാലോ നമ്മളൊരു ഫുഡ് ലവർ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒക്കെ എനിക്ക് ഇഷ്ടം. പിന്നെ റിസോർട്ടുകളുടെ ഒക്കെ വരുമ്പം ഞാൻ എടുക്കാറുണ്ട്. അല്ലാത്തത് മാക്സിമം പ്രൊഡക്റ്റിന്റെ ഒക്കെ ഞാൻ ഒഴിവാക്കുന്നത് ഇതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കാവൂല. പിന്നെ അറിയാവുന്ന ആൾക്കാരുടെ ഒക്കെ കൊളാബൊക്കെ വരുന്ന സമയത്ത് എടുക്കാതെ വേറെ നിവൃത്തിയില്ലാതൊക്കെ എടുക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ എടുക്കുന്നല്ലാതെ. ഈ വാചകടീന്റെ ഇടയിൽ നമ്മുടെ കറീന്റെ കാര്യം മറന്നു കേട്ടോ. കറീന്റെ നമ്മുടെ തക്കാളിയും
ഇതും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചിട്ട് കറീനകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടാം. ലൈറ്റ് കുറവായിരിക്കും, എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു മൂടിയ ലൈറ്റാണ്. ഫോണിന്റെ തകരാറില്ല, എനിക്കൊന്നും അവിടെ നല്ല മഴയാട്ടോ പുറത്ത്, മഴയുടേതുണ്ട്. അങ്ങനെ രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ലൈറ്റ് കുറവ്, ഫോണിന്റെ കുഴപ്പമില്ല. മീനിന്റെ അവസ്ഥയാണത്. മീൻ ഇങ്ങനെയാണുള്ളത്. വലിയ മീനാണ് അല്ലേ, നല്ലോണം മൊരിയണം. എനിക്ക് ഈ പച്ച പോലത്തെ മീൻ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, നല്ല മൊരിഞ്ഞ് കിടക്കുന്ന മീനായിരിക്കണം. ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കട്ടെ, ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് എന്തോട്ടെ, മീൻ നമ്മൾ മാറ്റി വെച്ചോട്ടെ. ഇനിയിപ്പോ കറീൻ്റെ ഒക്കെ നോക്കാം. കറി അവിടുന്ന് തിളക്കുന്നതിന് മുമ്പിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് വറവിടാനുള്ള കുപ്പിക്കാട്ടോ, ഉള്ളി കൊണ്ട് വറവിടാം. ഉള്ളിയും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കടുകും, ഇതാണ് വറവിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഈ പ്രൊമോഷന്റെ കൂടുതലായിട്ട് ഇങ്ങനെ പറയാൻ കാര്യം, പലരുടെയും വിചാരം ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് എന്തോ വലിയ തെറ്റാണ് എന്നാണ്. ഇപ്പോഴത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിയും കണ്ടും പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. കാരണം ഞാനൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, അതെനിക്ക് 4 ആൾക്കാരിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് എന്താ പറയാ, നല്ല രീതിയിലുള്ള പ്രൊമോഷൻസ് ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും മോശമുള്ള കാര്യമല്ല. നാളെ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാവുന്ന കുറച്ച് യൂട്യൂബേഴ്സും എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരിലേക്കും ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതൊരിക്കലും ഒരു തെറ്റുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതി, ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, ഇതൊക്കെയാണ് ഇഷ്യൂ ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു ഇപ്പം എന്താ പറയാ, കല്യാണിയുടെ ഇഷ്യൂ ഒക്കെ വന്ന മുതൽ കുറേ ആൾക്കാർ എന്തോ യൂട്യൂബേഴ്സിനെയോ അല്ലെങ്കിൽ ഈ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ മോശമായിട്ടുള്ള രീതിയിൽ കാണുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് പറയണമെന്ന് ഒരു മനസ്സിന് ഇങ്ങനെ തോന്നിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിന് നെഗറ്റീവ്സ് വരുമോന്നും അറിയില്ല, എനിക്ക് തോന്നിയ ഞാൻ പറഞ്ഞു. നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരെ പൊട്ടന്മാരാക്കാതെ അവർക്ക് പ്രശ്നം വരുന്ന രീതിയിലുള്ള ഒരു വീഡിയോസും നമ്മൾ എത്തിക്കാതിരുന്ന് കഴിഞ്ഞ് നല്ല പ്രൊമോഷനും നല്ല വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഇഷ്യൂ ഇല്ല എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ചാപ്റ്റർ നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മുടെ ഫുഡ് ആയിക്കൊണ്ട് കേട്ടോ. വറവിനുള്ള ഇതൊക്കെ റെഡി. ഇനി വറ്റൽമുളക് എടുക്കാം. വറ്റൽമുളക് അന്ന് വാങ്ങി കൊണ്ടുവച്ചാണ്, എടുക്കാനൊരു സാഹചര്യം വന്നിട്ടില്ല. ഇന്നിപ്പം 2 എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ ടെൻഷനാണ്, എന്താണെന്നറിയോ, ഞാനിങ്ങനെ മെല്ലെ കുക്ക് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് എന്റെ റാസാത്തി എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. എന്റെ മുഖം കണ്ടാലും അറിയാം എനിക്കിങ്ങനെ ഇതാവുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി എനിക്ക് തോന്നുന്നു 3 മണി 3:30 ആയിട്ടുണ്ടാവും. കാരണം എന്റെ എല്ലാ പണികളും കഴിഞ്ഞ് മോളെ ഉറക്കി കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ വന്നത്. കുക്ക് ചെയ്യാൻ വന്ന സമയത്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം പോയിട്ടുണ്ട്. അല്ലെ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് ചോറും കാര്യങ്ങളാക്കിയിട്ട് കഴിക്കുന്നതാണ്. ഇതിപ്പോ കുറച്ച് ലേറ്റ് ആയി. എന്തായാലും നമുക്ക് വറവും കൂടെ ഇട്ടിട്ട് കറിയും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം റെഡിയായി സെറ്റായി. ക്ലീനിങ്ങും കൂടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാതിരിക്കാം. അപ്പൊ അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. കുടിക്കാനുള്ള വെള്ളവും വെച്ചു. നമ്മളിപ്പം ഈ ഒരു ഇതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ വെക്കാറാട്ടോ പതിവ്. പിന്നെ മേശന്റെ മുകളിൽ നമ്മൾ പഴമൊക്കെ ഉള്ളത് അപ്പൊ തോന്നുകയാണെങ്കിൽ കഴിച്ചോടെ എടുത്തു വെക്കും. പിന്നെ ഈ ഒരു മേശ കിട്ടിയത് ഭയങ്കര ഉപകാരമാണ്. കാരണം നമുക്ക് വെക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പൊ ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇപ്പൊ ചോറ് തന്നെ ഞാൻ ഈ ഒരു ഗ്യാസ്ട്രോളിൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വെക്കും. ഇവിടെ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാം ഗ്യാസ്ട്രോളിനകത്താക്കിയിട്ട് അടച്ചു വെക്കും. അപ്പം അവിടെ കുഴിഞ്ഞു കിട്ടും. വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിലൊക്കെ സ്ഥലം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിന്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ കാലം കഴിച്ചു പോലായിരുന്നു. ഇതിപ്പം എന്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് നമ്മുടെ തൊട്ട് മുകളിലത്തെ ഒരു വീട്ടിലൊരു ചേച്ചി ഉണ്ട് കേട്ടോ. ആ ചേച്ചി ആ വീട്ടിലൊരു അവർ യൂസ് ചെയ്യാത്തൊരു ടേബിൾ എന്നോട് ചോദിച്ചു. ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഞാൻ തരട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മളിപ്പോ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആൾക്കൊന്നും തോന്നുമല്ലോ. ഞാൻ പറഞ്ഞു എന്ത് ഇഷ്യൂ, നോ ഇഷ്യൂ, തന്നോളൂ. അങ്ങനെ പോയി ഞാനും ആ ചേച്ചി, ഏട്ടനാണെങ്കിൽ പറയും അയ്യോ വേണ്ടട്ടോ എന്ന് പറയും സച്ചിനേട്ടൻ. ഞാൻ പിന്നെ ആ ചേച്ചിക്ക് ഉപകാരമില്ലാതെ പുറത്തിട്ടതായോണ്ട് തന്നെ ആ ചേച്ചി തന്നിട്ട് ഞങ്ങൾ പിടിച്ചു കൊണ്ടിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. നല്ലൊരു മേശ കേട്ടോ. എനിക്ക് ഭയങ്കര ഉപകാരം എന്ന് വെച്ചാൽ ഭയങ്കര ഉപകാരമാണ്. ഞാൻ വീഡിയോയിൽ മുമ്പേ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു. പക്ഷെ ചേച്ചി അത് സെറ്റാക്കി തന്നു. വെച്ചാല് ഞങ്ങളുടെ ഇവിടുത്തെ നേരെ ഓപ്പോസിറ്റ് മുകളിലൊരു വീടുണ്ട്. ആ വീട്ടിലെ ചേച്ചിയാണ്. നമ്മളെ കിച്ചണിൽ കാണുന്നിടത്തുള്ളൊരു വീടില്ലേ, ആ വീട്ടിലെ ചേച്ചിയാണ്. ഇത് കണ്ടോ, നല്ലൊരു മേശയാണ്. ഇത് കണ്ടിട്ട് എങ്ങനെയാണ് വേണ്ടാന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലാഭം, ഒരുപാട് ഉപകാരമായി. അപ്പൊ താങ്ക് യു ചേച്ചി.
വലിയ വാചകമൊന്നും അടിക്കാതെ മോള് വരുന്നതിന് മുമ്പിട്ട് ചോറ് തിന്നാനുള്ള പ്ലാൻ നോക്കട്ടെ. ഇനിയിപ്പം വേഗം ചോറ് വിളമ്പിയിട്ട് ചോറ് കഴിക്കട്ടെ കേട്ടോ. ചോറ്, പിന്നെ നമ്മുടെ കാബേജിന്റെ ഉപ്പേരി, മീൻ വറുത്തത്, കൊണ്ടാട്ടം മുളക്, ഫൈനലി നമ്മുടെ കറി കേട്ടോ. കണ്ടോ കറികളൊക്കെ വിളമ്പിയപ്പോ ചോറിനേക്കാൾ കൂടുതൽ കറികളായതുണ്ട്. നമുക്ക് വേണമെങ്കിൽ അച്ചാറുണ്ട് കേട്ടോ, പക്ഷെ അച്ചാർ എടുക്കുന്നില്ല. ഇത് കൂട്ടിയിട്ട് കഴിച്ചു. എനിക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ TV കാണുന്നുണ്ട്. അതുപോലെ ഞാൻ ഫോണായിരുന്നു പണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് TV ഉള്ളതുകൊണ്ട് TV. പിന്നെ ഈ വീട്ടിൽ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ എല്ലാ വീട്ടിലും ഞാൻ ചോദിച്ചപ്പോഴും ഈച്ചയുടെ ഭയങ്കര ശല്യം ഉണ്ടോ, വാതിൽ തുറന്നിട്ട് അപ്പം ഈച്ച ഉള്ളിലേക്ക് കയറും. പിന്നെ എങ്ങനെയെങ്കിലും അതിനൊന്ന് ഒഴിവാക്കിയിട്ട് വാലടച്ചിടലാണ്. ഇനി ഞാൻ കുറേ സമയം വാതിൽ തുറന്നിട്ടപ്പോൾ ഈച്ച മൊത്തം ഉള്ളിൽ കയറിയിട്ടുണ്ട്. കഴിച്ചോക്കട്ടെ. വിശപ്പുണ്ടാണോ? ഭയങ്കര ടേസ്റ്റ്. പരിപ്പറപ്പൊക്കെ അടിപൊളി, മീൻ പൊരിച്ച അടിപൊളി, എല്ലാം അടിപൊളി കേട്ടോ. ആരാ പറഞ്ഞ ഞാൻ നല്ല കുക്കല്ലാന്ന്? നമ്മളല്ലോ എനിക്കും ഏട്ടനും ഇഷ്ടപ്പെടുന്ന ഫുഡ് ഉണ്ടാക്കുന്ന നല്ലൊരു കുക്കാണ് ഞാൻ. മറ്റുള്ളവരുടെ കാര്യം അറിയില്ല. അടിപൊളി. ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. ഇത് ബാക്കി മോളൊക്കെ വീട്ടിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്ന് കളിച്ചു തരാം. ഹലോ. അപ്പൊ നമ്മൾ ഇന്നലെ വീഡിയോ എടുത്തിട്ട് അതിന്റെ ബാലൻസ് എടുക്കാൻ പറ്റിയില്ല, കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ഏട്ടൻ പോകുന്നതിന് മുമ്പിട്ട് നമ്മുടെ ഈ ഒരു പരിസരം, അതായത് ആ കാണുന്നതാണ് നമ്മുടെ വീട്, ഇങ്ങനെ താഴത്തോട്ടൊരു ഇറക്കാട്ടോ. ഇറക്കെന്ന് പറയുമ്പോ അടിയിൽ വയലാണ്. അവിടെ ഒക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. കാരണം ഇവിടെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല. ഏട്ടനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാനിതുവരെ പോയിട്ടില്ല. ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന റോഡാട്ടോ. ഇതിങ്ങനെ താഴത്തോട്ട് ലാസ്റ്റ് എന്റെ ഇവിടെയാണ്. എന്റെ താഴത്തോട്ട് വീടൊന്നുമില്ല, വയലാണ്. വര ഇങ്ങനെ കുറച്ച് കഷ്ടപ്പാടുണ്ട് താഴത്തോട്ട് പോവാൻ വേണ്ടി. അച്ഛനായിട്ടൊക്കെ പോയപ്പോ അട്ടയില്ലേ, അട്ട കുഞ്ഞന്റെ കാലിൽ കടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അട്ട ഉണ്ടാവുമെന്ന് പേടിയുണ്ട്. അട്ട വെള്ളത്തിലാണോ അച്ഛനേട്ടാ? അല്ല വയലുണ്ടാവോ? എന്റെ ദൈവമേ, അട്ട കടിക്കുമെന്നുള്ള പേടിയുണ്ട്. വേണ്ടോ? ഇത് വയല് കൃഷിയൊന്നുമില്ല. പിന്നെ ഈ എകരത്താണ് നമ്മുടെ വീട്. നമ്മൾ മോളെ പുറത്തിറക്കില്ല, വാതിൽ അടച്ചിടലുണ്ട് എന്ന് പറയാൻ കാരണം ആ എകരത്തിന്റെ താഴത്തോട്ട് വീഴുന്ന പേടിച്ചിട്ടാട്ടോ. ഇതിങ്ങനെ വയലിലേക്കുള്ള വഴിയാണ്. ഇവിടൊക്കെ കുഴികളൊക്കെ ഉണ്ട്. നോക്കി നടന്നില്ല, ക്യാമറ നോക്കി നടക്കുകയാണെങ്കിൽ കുഴിയിൽ പോയി വീഴേണ്ടി വരും. നമ്മളിവിടെ മെയിനായിട്ട് വരാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇവിടെ അവരൊക്കെ വന്ന സമയത്ത് ഇവിടെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേണോന്ന് ചോദിച്ചു. യെസ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി മൾബറി അല്ലേ അച്ഛനത്? അയ്യോ എത്ര തൊടുമ്പോ വേണോന്നത്. എന്റെ പൊന്നെ, ഇത് എത്രയാണുള്ളത്? നിങ്ങൾ കാണുന്നുണ്ടോ കറക്റ്റ് ആയിട്ടെന്ന് അറിയൂല. ഫുള്ള് ഈ മരം നിറച്ച് മൾബറിയാ. ഇത് കാണുന്നുണ്ടോ? ഫുൾ മൾബറി ആട്ടോ. ഇവിടുന്ന് അച്ഛനും മോളും കൂടെ പറിച്ച് തിന്നാണ്. ടേസ്റ്റ് ഉണ്ടോ? ചോര കളറായിട്ടുണ്ട്. പറിക്കാൻ നിൽക്കാൻ ഒരുപാട് ടൈം ഉണ്ട് അല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഫുള്ള് പറിച്ചു പോകണമെന്നുണ്ട്. പക്ഷെ അട്ട കേറുന്ന പേടിയാട്ടോ. അട്ട ഇതിപ്പോ എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കും അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. മോക്ക് വേണോ? കഴിച്ചേട്ടാ. ഞാൻ ഇതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഫുള്ള് പറിക്കാനൊന്നും പറ്റൂല. കുറച്ച് പറിച്ചിട്ട് നമുക്ക് പോവാം. അത്യാവശ്യം മോൾക്ക് കൊടുക്കാം. മോൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടായോ? ഒന്ന് പറിക്കട്ടെ. ഭാഗ്യത്തിന് പോക്കറ്റുള്ള ഡ്രസ്സായിട്ട് ഇതിനകത്ത് ഇട്ട് വെക്കാം. പെട്ടെന്ന് ഇതായി പോകുന്നാലും. നമ്മളെ വീട്ടിലാരോ വന്നത്?
വെയിലൊക്കെ മാറ്റി നിർത്തോളെ. അയ്യോ, ഇത് ഇങ്ങനെ പറിക്കുന്നതനുസരിച്ച് വേഗം വേഗം വീണു പോവാ ചേട്ടാ. ഏട്ടന് സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് പറിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാട്ടോ. ഏട്ടൻ മോളെ കൊണ്ട് മുന്നിൽ പോകുന്നുണ്ട്. വയല് കാണിച്ചില്ലല്ലോ, ഇങ്ങോട്ട് വയലാണ്, വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം വരാട്ടോ. അയ്യോ പോവല്ലേ, എനിക്ക് പേടി എന്താന്ന് വെച്ചാല് പാമ്പൊക്കെ ഉണ്ടാവുന്ന പേടി. അവിടെ നിക്കേട്ടാ. വേണ്ടോ, മോളെയും തോളിലേറ്റി പോകുന്നുണ്ട്. നമ്മുടെ വീട് അതാ അവിടെ. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാവേ. ഫുള്ളൊന്ന് പരിശോധിക്കട്ടെ, മറ്റേ അട്ടുണ്ടോന്നല്ലോ. മോളെ നോക്ക്, കാൽമലുണ്ടോ? ഓക്കെ, ഞാൻ പ്ലേറ്റിലിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇത്ര കേട്ടോ കിട്ടിയത്. ഇത്ര കിട്ടിയതാണെങ്കിൽ ഒന്ന് കഴുകി എടുക്കാം. കാറ്റൊന്ന് പറിച്ചതാണല്ലോ. ചോറ് കഴുകി കഴിഞ്ഞാൽ ഇതിലൊക്കെ പോവും. ഇതുണ്ടോ, ഇത്രയും ബ്ലൂബെറി കിട്ടി. ഒരാളും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം കിട്ടും. നല്ല പോരല്ലേ, പുളിയൊന്നുമില്ല. ഞാൻ തന്നെ പ്ലേറ്റിൽ തരാം. ഫുള്ള് തരാൻ പറ്റൂല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് പ്ലേറ്റിൽ വാങ്ങി പോകുന്നുണ്ട്. പിന്നെ ഏട്ടൻ പോവാൻ നോക്കണം. ഏട്ടാ ടാറ്റാ. അപ്പൊ ഏട്ടനൊക്കെ പോയി ഞാൻ മോളൊരു ഉറക്കൊക്കെ ഉറക്കി വന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഈ വീഡിയോ എൻഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്.